ഗൈസ് നമ്മൾ രണ്ടുപേരും ദേ ഒരു മൂവിക്ക് പോകാൻ പോവാണ്. ദ മൂവി നെയിം ഈസ് ലോക. എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മളേതായാലും കണ്ടിട്ട് അഭിപ്രായം പറയാം. ഓക്കെ, അങ്ങനെ നമ്മൾ നേരെ ഹൈലൈറ്റ് മാളിലെ പലാക്സിയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് നേരെ അവിടേക്ക് എത്തിയപ്പോൾ ഏകദേശം ഒരു 8 മണിക്ക് ആവാറായിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ട് നമ്മളൊരു മൂവിക്ക് കറക്റ്റ് ടൈമിന് അല്ലെങ്കിൽ കുറച്ച് നേരത്തെ എത്തുന്നത്. ലോക മൂവിക്ക് വേണ്ടി പോയത് കൊണ്ട് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു നമുക്ക് രണ്ടുപേർക്കും. ഓൾറെഡി അത്യാവശ്യം ഹൈപ്പിലാണ് എല്ലാവരും ഇരുന്നത്. എൻ്റെ കൊളീഗ്സൊക്കെ മുന്നേ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ആദ്യമായിട്ട് ഒരു മൂവിക്ക് പലാക്സി എത്തി കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരിക്കേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ ആ റഷിലകത്തേക്ക് കയറുകയും പിന്നെ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നാലും ആ ഒരു വേർത്ത് ഇറ്റ് ഫീൽ നമുക്ക് കിട്ടുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ അകത്തേക്ക് കയറുന്നതിന് മുന്നേയായിട്ട് പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന 2 പേരെയും കൂടെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ അടുത്ത് കാര്യം പറഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ മൂവി കയറി. ഇത്തിരി റഷിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ പലാക്സിൽ കാണുന്നത്. മേ ബി ഏതൊക്കെ മൂവീസിനൊക്കെ ഉണ്ടായിരുന്നിരിക്കും, പക്ഷേ ആ സമയത്ത് നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് കയറിയത്. പിന്നെ മൂവി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ നമുക്ക് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഫീൽ ചെയ്യുന്ന രീതി തന്നെ തുടങ്ങിയത്. പിന്നെ നമ്മൾ ആസ് യൂഷ്വൽ ക്രിഞ്ച് സാധനം ടൈറ്റിൽ വരുമ്പോൾ വീഡിയോ എടുത്തു, ഫോട്ടോ എടുത്തു. പിന്നെ മൂവി കഴിഞ്ഞ് പുറത്തിറങ്ങി. കിഡിലെ മൂവിയായിരുന്നു, നമുക്ക് 2 പേർക്കും ഇഷ്ടപ്പെട്ടു. അപ്പം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് പാലാക്സിൽ വെച്ചിട്ടാണ്. പിന്നെ നമ്മൾ തിരിച്ചിറങ്ങിയപ്പോഴത്തെ 11:15 ഇപ്പം നെസ്റ്റോ അടയ്ക്കുന്ന ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പം പിന്നെ അതും വീഡിയോ എടുത്തു. പിന്നെ നമ്മൾ നേരെ വീട്ടിലെത്തും. സോ ഗൈസ്, നമ്മൾ മൂവി കണ്ടുവന്നു. ഹൗ വാസ് ഇറ്റ്? എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതായത് ഒരു ഫാന്റസിക്കലി മാർവൽ മൂവീസ് ഒന്നും കാണാത്ത ഇവർക്ക് അതെ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതെ, അപ്പം എന്റെ ഒരു കൺസെപ്റ്റിൽ നമ്മുടെ ബോളിവുഡിൽ കിട്ടില്ലായിട്ട് ഒരു മൂവി ഇതുവരെ ചെയ്തിട്ടില്ല. മസ്റ്റ് വാച്ച് തിയേറ്ററിൽ മലയാളത്തില് മിന്നൽ പോലെ അതിന് ഇത് സെപ്പറേറ്റ് നമുക്ക് കുറെ സ്റ്റോറീസ് കണക്റ്റഡ് ആയിട്ട് മുകളിൽ എടുക്കാൻ പറ്റിയ രീതിയിൽ കിട്ടില്ല. കൂടുതൽ പറഞ്ഞ് ചടപ്പിക്കുന്ന കാണാത്തവർക്ക്. അതായത് ദുൽഖർ സൽമാന്റെ പ്രൊഡക്ഷനിൽ ഡയറക്ടർ വരുന്നത് ഡൊമിനിക്. ആ ഒരു ഡയറക്ടർ പേര് നമ്മൾ അത്ര ഫെമിലിയർ അല്ല. മേ ബി മൂവീസ് ഒരുപാട് കാണുന്ന ആൾക്കാർക്ക് ഫെമിലിയർ ആയിരിക്കും. പക്ഷേ ആ ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തു. സോ മോളിവുഡിൽ ഇനി കിട്ടില്ല. അതായത് ലോക ചാപ്റ്റർ 1 ആണ് ചന്ദ്ര. ക്യാരക്ടേഴ്സ് ഒക്കെ വരുന്നത്. അപ്പൊ അതിനൊക്കെ തുടർന്ന് കാണാം. പറയുന്നത് അങ്ങനെ കഴിക്കുന്നുണ്ട്, പക്ഷേ സ്പോയിൽ ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ഒരു ഫാന്റസിക് മൂവി ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്, എഡ്ജ് ഓഫ് ദ സിറ്റി അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറെ സൂപ്പർ നാച്ചുറൽ പവേഴ്സ് അങ്ങനത്തെ സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനത്തെ എൻജോയ് ചെയ്യാത്ത ആളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി പേഴ്സണലി. എനിക്ക് കുറെ നമ്മുടെ കുറെ റെഫറൻസ് ഒക്കെ ഉണ്ട്, ഒരുപാട് ബോളിവുഡ് സാധനങ്ങൾ കുറെ റെഫറൻസ് ഒക്കെ ഉണ്ട്. ബട്ട് ആ ഒരു സാധനം റെഫർ ചെയ്തിട്ടാണെങ്കിൽ മോളിവുഡിൽ ഇങ്ങനെ സാധനങ്ങൾ കൊണ്ടുവരാൻ കാണിച്ച ആ ഒരു സാധനം ഹാറ്റ്സ് ഓഫ് ദ ഹോൾ ക്രൂ. ആൻഡ് പറഞ്ഞ എന്തായാലും കോമഡി പാർക്ക് സലീംകുമാറിനെ കൊണ്ടായാലും എല്ലാം മാനറിസും എല്ലാ ക്യാരക്ടേഴ്സും ഈ വൺ ബൈ വൺ കിഡിലനായിട്ട് ചെയ്തിട്ടുണ്ട്. നെസ്ലന്റെ ക്യാരക്ടറും പ്രിയദർശിനി കല്യാണി പ്രിയദർശൻ ആ ഒരു ക്യാരക്ടറൊക്കെ മൂവി കിഡിലനായിരുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ കാണാം. ഓക്കെ, ഇനി നമ്മൾ നേരെ കാണാം.